ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സെക്കൻഡ് വീക്ക് എക്സാമിന് എനിക്ക് മോശം സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ഫിസിക്സ് എന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് എനിക്ക് അത്യാവശ്യം സ്കോർ കുറഞ്ഞു. ഫിസിക്സിൽ എനിക്ക് സ്കോർ കുറഞ്ഞു. അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചാപ്റ്റർ ഒന്നുകൂടി മുഴുവൻ ക്ലാസ് ഇരുന്ന് കണ്ട് അങ്ങനെ എന്തോ ചില പോർഷൻസ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ്ലി നോക്കാം. എന്തായാലും ഇപ്പോൾ തുടക്കത്തിലെ ടൈമാണല്ലോ, ഇഷ്ടംപോലെ ടൈം ഉണ്ടേനും. അപ്പോൾ ഞാനത് അങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിലെത്ര പാർട്ടുണ്ട്, ഇവർ ക്ലാസ് എടുക്കുന്നത് 2 hours വെച്ചിട്ടാണ്. അപ്പം ഒരാഴ്ചയിൽ എത്ര പാർട്ടുണ്ട് ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ നോക്കിയിട്ടാണ് ഞാനത് എനിക്കൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അതേപോലെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വന്നിട്ടുള്ള ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്. അപ്പോൾ അതൊന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ചില പോർഷൻസ് മാത്രം എനിക്ക് കിട്ടാനില്ല. അപ്പോൾ ഞാൻ അതിൽ ആ ക്ലാസ്സസ് മാത്രം നോക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഇങ്ങനെ എനിക്ക് എന്തൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ട്, ഏതൊക്കെ പാട്ടുണ്ട്, പിന്നെ ഞാൻ നോക്കുന്ന കണ്ടൻറ്റ് വരുന്ന പാട്ട് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ മോഷനെ സ്ട്രെയിറ്റ് ലൈനാണ് എടുത്തത്. ആ ചാപ്റ്റർ ഞാൻ ഏകദേശം പഠിച്ച് തീർത്തതുമാണ്. നല്ലപോലെ സ്കോറ് കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ ഫസ്റ്റ് വീക്ക് എനിക്ക് ഒരു 5 to 10 മാർക്സൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം അത് നെഗറ്റീവ് വരുത്തിയതാണ്. ഇപ്രാവശ്യം എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി എനിക്ക് ഒരുപാട് സ്കോർ പോയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് കറക്റ്റ് വേണം. അപ്പം ഞാൻ ഫസ്റ്റ് പാർട്ട് തൊട്ടിട്ട് തന്നെ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. കാരണം ഇത് ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ ഈ സൺമെഷർമെൻറ്റ്, മോഷൻ ഇൻ പ്ലെയിന്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈന്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ ബാക്കി അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനിങ്ങനെ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്ക് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സൊന്നും കംപ്ലീറ്റ് ആയ പോലെ തോന്നുന്നില്ല, ഒരു സാറ്റിസ്ഫൈ ആകുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെയും എൻ്റെ ലൈവ് ക്ലാസ് ആ നേരത്തെ നടക്കുന്നുണ്ട്. പക്ഷേ അധികം കിട്ടുന്ന സമയത്തിൽ ഞാൻ ഈ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് കണ്ടുപോകാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. എനിക്കെന്തോ അതിങ്ങനെ പെർഫെക്ഷനിസം അല്ല, പക്ഷേ എന്തോ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പം നമ്മൾ അത്ര നല്ല രീതിയിൽ പഠിക്കുക എന്നുണ്ടെങ്കിൽ ഏകദേശം കൺസെപ്റ്റൊക്കെ നമ്മളുടെ കയ്യിലിരിക്കും. ഇതിപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ആ ചാപ്റ്റർ കംപ്ലീറ്റ്ലി എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ലൈവ് ക്ലാസ്, നോർമൽ ഡേയിലുള്ള ക്ലാസ്സൊക്കെ അതിന് ടൈം ഫിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഇരുന്ന് കാണുകയാണ് ചെയ്യുന്നത്. സംഭവം ഒന്നുകൂടി ഇരുന്ന് കാണുമെന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ലാഗുള്ള ക്ലാസ്സാണ്. ഇവർ 2 hours ഓഫ് ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം നമുക്ക് ആ നേരത്തെ അത്രയും ടൈം പോകുമെന്ന് തോന്നും. പക്ഷേ ക്ലാസ്സിൽ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ടൈം എങ്ങനെ പോകുന്നത് മനസ്സിലാവില്ല. മുന്നേ ഞാനിങ്ങനെ ഫിസിക്സിന് ഇക്വേഷൻ എഴുതുക, ഡെറിവേഷൻ എഴുതി വെക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് ഹൈലൈറ്റ് ചെയ്ത് വെച്ച് വേറെ ഷോർട്ട് നോട്ടാക്കി മാറ്റുക, അങ്ങനെയാണ് കഴിഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഒരു ന്യൂസ് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഞാൻ ഫിസിക്സിൻ്റെ ചാപ്റ്റർ എഴുതി വെച്ചിട്ട് കംപ്ലീറ്റ്ലി നോട്ട് എഴുതി വെക്കും. എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നോട്ട് എഴുതുന്നുണ്ട്. അതിപ്പോൾ ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ബയോളജിക്ക് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ പോലെ എനിക്ക് ബയോളജിക്ക് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ വരുത്തുന്ന ചില മിസ്റ്റേക്ക് നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, ഒരു റിഗ്രറ്റായി മാറും. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ഇപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ ഓക്കെ ആവും. പിന്നെ ഞാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് എടുത്തത്. സംഭവം ഇൻഓർഗാനിക് ചാപ്റ്ററാണ്. അത്യാവശ്യം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെ കയ്യിൽ മാർക്കിരിക്കുന്ന സംഭവമാണ് ഈ ഇൻഓർഗാനിക് ഭാഗം. അപ്പോൾ ഞാൻ മെയിൻലി NCERT ആണ് വായിക്കുന്നത്. വേറെ വല്ലാണ്ട് മെറ്റീരിയൽസ് ഒന്നും നോക്കുന്നില്ല. ആദ്യം ഞാൻ NCERT മൊത്തത്തിൽ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. NCERTൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നോട്ടൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരായിട്ട് ലെക്ചർ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിലും എനിക്ക് അറിയാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തിടുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തീരെ അറിയാത്ത ഭാഗമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ വേറെ എഴുതി വെക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു കാര്യം എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തലയിൽ കുറച്ചധികം ടൈം ഉണ്ടാവും. പിന്നെ ഒരു പ്രോപ്പർ റിവിഷന് ഇൻഓർഗാനിക് ചാപ്റ്റേഴ്സിന് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ പോകും. മുന്നേ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ഞാൻ മെയിൻലി ഈക്വൽ ഇത് കൊടുക്കുമായിരുന്നെങ്കിലും
ഞാനിങ്ങനെ ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബയോളജിക്കാണ്. കാരണം അത് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഹാഫ് ഓഫ് ദി മാർക്സ് വരുന്നത് അതിലാണല്ലോ. ഞാൻ അതാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. പിന്നെ അതിൽ എനിക്ക് കുറേ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് മെയിൻലി തിരുത്തണം എന്നുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് പോലത്തുള്ള ചാപ്റ്റേഴ്സ് ഞാൻ NCERT വായിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ കൊല്ലം ഞാൻ സൈലത്തിലായിരുന്നപ്പം മറ്റേ ശ്രുതി മാമും അതേപോലെ അനന്തു സാറൊക്കെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോളജിക്ക് നമ്മൾ NCERT റെഫർ ചെയ്യുന്ന പോലെ ഒരു തവണയെങ്കിലും നമ്മൾ NCERT ഫിസിക്സിനും കെമിസ്ട്രിക്കും വായിച്ചിരിക്കണം എന്നുള്ളത്. പക്ഷേ ആ ടൈമിൽ എന്തോ ഞാനത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അത് ആ നേരത്തെ ഒരു ഇതുകൊണ്ടായിരിക്കാം. പക്ഷെ ആ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടാണെങ്കിലും ടൈം അത്രയും പോകുന്നുണ്ടെങ്കിൽ പോലും NCERT ഒരു ലൈന് വിടാതെ ഞാൻ വായിക്കുന്നത്. അറിയാലോ, ഇപ്രാവശ്യം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ലെവലാണ്. നമ്മൾ മുന്നേ ഉള്ള പോലെയൊന്നുമല്ല ഇപ്രാവശ്യം. ഇപ്പോഴൊക്കെ നല്ല കോമ്പറ്റീഷനാണ് നീറ്റിനൊക്കെ. അപ്പോൾ അതിൻ്റെ ലെവലനുസരിച്ച് വേണം നമ്മൾ പഠിക്കാൻ. നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഈ നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വേസ്റ്റ് ചെയ്യുന്ന ടൈം മുഴുവൻ കൺസ്യൂം ചെയ്തിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ലെവൽ ഉയർത്താൻ. പിന്നെ അന്നാണ് എനിക്ക് ഇത് കിട്ടിയത്. പിന്നെ അന്ന് എനിക്ക് വീട്ടിൽ മെറ്റീരിയൽസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 27 മെറ്റീരിയൽസാണ് ഉള്ളത്. അതിൽ 25 കിട്ടിയിട്ടുള്ളൂ. 2 മിസ്സായി പോയതാണ്. മാം അത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മളില്ലേ പറ്റുന്ന പോലെ ടൈം വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന ടൈം, ഉള്ള ടൈം നമ്മൾ കൺസ്യൂം ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ ഇരിക്കുന്നതാവുള്ളൂടാ നീറ്റ്. അല്ലാണ്ട് അത് വലിയ എക്സാം, ശരി, ഒരു എക്സാം ആയിട്ട് കാണുക. അല്ലാണ്ട് ഇത് നമ്മളെ ജീവിതം തീരുമാനിക്കുന്ന ഒരു സംഭവമേ അല്ല. നമ്മൾ നമ്മളുടെ 100% കൊടുക്കുക. അപ്പം നമുക്ക് അതിന് റിസൾട്ട് കിട്ടും. ചുമ്മാ നെഗറ്റീവ് ആവാതെ ഒക്കെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. മാർക്കൊക്കെ കുറഞ്ഞെന്ന് വരും, പക്ഷേ അതിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ മതി. ഞാൻ സാധാരണ അതാ ചെയ്യാറ്. വെറുതെ ആ ടൈം അങ്ങനെ കളയുന്നതിന് ഭേദമല്ലേ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോഴാ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. ഇഷ്ടമായാൽ കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.